ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടി കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ വെച്ചുള്ള ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. അതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം അതിലേക്ക്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു ബൗൾ നിറച്ചും അതിട്ട് കൊടുക്കാം. ഇതൊരു 200 ഗ്രാം വരും. അതിട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് 3 എണ്ണം നെടുകെ കീറിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് എരിവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് പൊടി നേരത്തെ ചേർത്തല്ലോ, അത് കളറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തീ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മൾ അടച്ചു കൊടുത്ത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. പൈനാപ്പിളും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു കൂട്ട് ചേർക്കണം. 1 മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഏകദേശം 1 ബൗളുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകേണ്ടതുണ്ട്. നമ്മൾ അരച്ചു കൊടുത്ത അരപ്പും പൈനാപ്പിളിലുള്ള വെള്ളവും ഒക്കെ കുറച്ച് വറ്റി വരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ വേവിക്കാൻ വെച്ചത് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കറി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. തീ സിമ്മിൽ വെച്ചിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ബൗൾ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ച് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ഒഴിച്ചു. ഒരല്പം തൈരിൻ്റെ കൂടി കുറവുണ്ട്. കുറച്ചുകൂടി തൈര് നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തൈരും കൂടി വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ തൈരിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് കറി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഇതൊന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 5-6 ഉലുവ അതിലേക്ക് ചേർക്കാം. നല്ല മണമായിരിക്കും ഉലുവ ചേർക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് 2ആയി കീറിയത് 1 എണ്ണം, 1ഓ 2ഓ ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. തേരി താഴെ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം. ഒന്ന് കമൻറ്റ് ഇടണം. ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.